നമസ്കാരം. സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും സന്തോഷം. വീണ്ടും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, ഞാൻ തട്ടേടയിലോട്ട് ഒതുങ്ങിയിട്ടില്ല, പാമ്പ് മേഖലയിൽ തന്നെയാണെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, എല്ലാവരും വീണ്ടും ചോദിക്കുന്നു, ഇപ്പോൾ പാമ്പ് പിടിക്കാൻ പോകുന്നില്ലെന്ന്. അപ്പോൾ അതുകൊണ്ട് എത്രയൊക്കെ പറഞ്ഞാലും നമ്മൾ മലയാളിയെ ബോധവൽക്കരിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്, ഓർമ്മ മറന്നു പോകുന്നതുകൊണ്ടായിരിക്കും. എന്തായാലും ഇന്നത്തെ സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ആദ്യത്തെ അതിഥിയെ തേടി എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കുമാരപുരത്തിനടുത്ത് ബർമാ റോഡിനകത്ത് ജോബ് ലൈനിനകത്ത് ഒരു പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ മകൻ നായുമായിട്ട് പുറത്തിറങ്ങിയപ്പോൾ നായുടെ മുന്നിലൊരു അതിഥി ഇങ്ങനെ പത്തിയെടുത്ത് വന്നു എന്ന് പറഞ്ഞാൽ, അത് കഴിഞ്ഞ് അദ്ദേഹം മോനെ ഉള്ളു, മോൻ പെട്ടെന്ന് നായ മാറ്റി പെട്ടെന്ന് നോക്കിയപ്പോൾ അത് അടുത്തുള്ളൊരു കുറച്ച് കട്ട കൂട്ടിച്ചിങ്ങനെ സ്റ്റെയറിൻ്റെ അടിയിൽ അതിൻ്റെ അടിയിലേക്ക് കയറിയുന്നത്. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല, പ്രിയപ്പെട്ട മകനെ ഒന്ന് പരിചയപ്പെടാം, എന്നിട്ട് നമ്മുടെ അതിഥി ആരാണെന്ന് നോക്കാൻ പോകാം. നമുക്ക് നമ്മുടെ അതിഥിയെ കണ്ട സ്ഥലത്തേക്ക്. നമസ്കാരം മോൻ, എന്താ പേര്? ദേവദത്ത്. എത്ര പഠിക്കുന്നു? പ്ലസ് ടു. എവിടെയാണ്? ഇത് എവിടെയാണ് കണ്ടെന്ന് പറഞ്ഞേ? ഈ തട്ടിനകം ആ കട്ടയുടെ ഇടയിലോ? ഈ കട്ടയുടെ ഇടയിലോ? ആ, അതിനുശേഷം മോൻ ഇവിടെ നിന്ന് അങ്ങോട്ട് വീണ്ടും പോയിട്ടില്ല. ഡോഗ് എന്ത് ചെയ്ത്? ഡോഗിനെ കൂട്ടിലോട്ട് മാറ്റി. ഓ, അവിടെ നിന്നാണ് കണ്ടത് അല്ലേ? ആ എഴുതി എവിടെ? ഈ സ്ഥലം അല്ലേ? ആ, ഇവിടെ അല്ലേ? ഓ, ഇതുണ്ട് എഴുതി സിറ്റി. ഓ, അവിടെ. ഓഹോ, ശരി. അപ്പോൾ എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട ദേവദത്ത് മോന് ആര്യ സെൻട്രൽ സ്കൂളിലാണ് പഠിക്കുന്നത്, പ്ലസ് 1. അപ്പോൾ പുള്ളിക്കാരൻ നായയുടെ മുന്നിൽ, നായ കുരയ്ക്കുന്നിട്ട് ഇറങ്ങിയപ്പോൾ നായയുടെ മുന്നിൽ ഒരാളിങ്ങനെ പത്ത് കൊടുത്ത് അവിടെ നിൽക്കുകയായിരുന്നു. അവിടെ നിന്ന് അത് പെട്ടെന്ന് എഴിഞ്ഞു നിൻ്റെ ഇടയിലേക്ക് കയറി. അപ്പോൾ പുള്ളിക്കാരൻ നായ അഴിച്ച് കൂട്ടിക്കൊണ്ടാക്കി. അത് കഴിഞ്ഞ് പുള്ളി ഇവിടെ നോക്കി നിന്നു, വേറെ ആരും ഇല്ല വീട്ടിൽ. പുള്ളിക്കാരൻ ഇവിടെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ സമയം പുള്ളി പറഞ്ഞാൽ ഇതിനകത്ത് പോയിട്ടില്ല, അതിനകത്ത് തന്നെ ഉണ്ട്, ഇറങ്ങും പോയിട്ടില്ല. ആ സമയം തൊട്ട് നോക്കി നിൽക്കുന്നു. വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞു, ഞാൻ പുള്ളിയെ വിളിച്ചത് പുള്ളിയുടെ അച്ഛനാണ്. അച്ഛൻ്റെ പേരുന്ന മോനെ സന്ദീപ്. മോൻ വിളിച്ച് അച്ഛനെ പറഞ്ഞു, അച്ഛൻ എന്നെ വിളിച്ചത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു നോക്കി നിൽക്കണം. ആ സമയം തൊട്ട് മോന് ഇവിടെ നോക്കി നിൽക്കുന്നത്, ഇവിടെ മാറിയിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും സമയം കളയാനില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഈ കല്ല് മാറ്റി നോക്കാം. പോയിട്ടില്ല എന്ന് നമ്മൾ വിശ്വസിക്കും. മോൻ ഇവിടെ നിന്ന് മാറിയിട്ടില്ല. അപ്പോൾ എല്ലാം മാറ്റിയാലേ പറ്റുള്ളൂ. മിക്കവാറും തവളയെ പിടിക്കാൻ വന്നതായിരിക്കാം, അതിനാണ് സാധ്യത കൂടുതൽ. പറമ്പെല്ലാം നല്ല നീറ്റായിട്ട് കിടപ്പുണ്ട്, പക്ഷേ എന്നാലും തവള ഉണ്ടെങ്കിൽ തവളയെ പിടിക്കാനായിട്ട് വരാം സാധ്യത കൂടുതലാണ്. അടിപൊളി, ഞാൻ പറഞ്ഞ പോലെ ഉണ്ടതാ തവളയുണ്ട്. തവളയ്ക്ക് കടിയിട്ടിട്ടുണ്ടാ. തവളയെ കടിയിട്ടിട്ടുണ്ടോ? തവള മിക്കവാറും ഇപ്പം ചത്തു വേണ്ട. അപ്പോൾ മൂർഖം തന്നെയാണ്. അല്ല, മൂർഖം തന്നെയാണ്, സംശയമൊന്നുമില്ല. പുള്ളിക്കാരെ കണ്ടല്ലോ അല്ലേ? അവിടെ ഇരുന്നു. തവള ഏകദേശം ചവറായി, മരിക്കാറായി. നല്ലൊരു കടിയാണ് കിട്ടിയത്. പക്ഷേ ചെറിയ അതാണ്ട കാലൊക്കെ കറുത്ത് തുടങ്ങിയണ്ട. കറുത്ത് കുറച്ച് നേരമായി കടി. തവളയ്ക്ക് അങ്ങനെ പേടിച്ച ഉടനെ ചാവത്തില്ല. അതിനകത്ത് കുഴിയെല്ലാം ഉണ്ടോയെന്ന് അറിയില്ല. കുഴിയെല്ലാം ഉണ്ടെങ്കിൽ നമ്മുടെ ദൗത്യം പാടാണ്. തവള വീണ്ടും ചാവാനായിട്ട് എല്ലായിടത്തും കയറി കൊടുക്കുന്നു കേട്ടോ. ഇതുവരെ ഹോളൊന്നുമില്ല, നല്ല സിമൻറ്റ് നല്ല നീറ്റായിട്ട് ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ അവന് ചാവണമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചത്തേ ചാവണം, എനിക്ക് ചാവണം എന്നും പറഞ്ഞ് ചെന്ന് കയറി കുടിക്കുക. അടിപൊളി, ഇതായിരിക്കുന്നു. എന്തായാലും മോൻ കണ്ടത് കറക്റ്റായി, മൂർഖം തന്നെയാണ്. പക്ഷേ ഒരു കുഴപ്പമുള്ളത്, മിക്കവാറും കല്ല് മുഴുവനും പറക്കി മാറ്റേണ്ടി വരും. ഇടയിലോട്ട് നല്ല സ്പേസ് ഉണ്ട്, പക്ഷേ ഭാഗ്യം പോലെ ഹോളില്ല. പിന്നെ ഇങ്ങനെ ഇരുന്ന് നന്നായി, ഇല്ലെങ്കിൽ ഇത് വേറെ വല്ല മാളത്തിനകത്ത് വല്ലതും പോയി കയറിയെങ്കിൽ അവിടെയും ചത്തു തന്നെ. തവള എന്തായാലും ചാവാറായി.
ഇതായിരിക്കുന്നു. ആടിപ്പൊളി. എനിക്ക് തോന്നുന്നത് പടം പൊഴിക്കാറായി. കണ്ടോ, ചട്ട പൊഴിക്കാറായി. അതിലുപരി ഇതായിരിക്കണം. എന്താ ആടിപ്പൊളി. അയ്യോ, ചട്ട പൊഴിക്കാറായത് മാത്രമല്ല, നല്ല കടി. പെട്ടെന്ന് അദ്ദേഹം കടിക്കാനായിട്ടാണ് ഇങ്ങനെ വാങ്ങി തുറന്ന് വന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നായുടെ മുന്നിൽ വന്നത് നല്ലത്, മോൻ കണ്ടത് നല്ലത്. അതിലുപരി ഒരു തവള ഫുഡ് അവന് കിട്ടി. പക്ഷെ കടിച്ച് പിടിക്കുന്നതിന് മുന്നേ ആ കടി കൂടി അവൻ പുറത്തേക്ക് ചാടി. ഏകദേശം മരിക്കാനുള്ള സമയമായി. ചെറിയൊരു വേണ്ട ഒരു ഉയരേ ഉള്ളൂ. അദ്ദേഹം വീണ്ടും അതിൻ്റെ ഇടയിലോട്ട് കയറി പൊയ്ക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹം കുറച്ച് അതിൻ്റെ ഇടയിലോട്ട് അങ്ങനെ കയറി മുകളിലോട്ട് വന്നാൽ നോക്കി ഇറങ്ങി വരെയാണ്. ഇറങ്ങാനുള്ള പരിപാടി കേട്ടോ. പടം പൊഴിക്കാറേ കണ്ടതെന്നാ. ഇല്ലെന്നുണ്ടെങ്കിൽ ആ പടം പൊഴിച്ചിട്ട് ഇവിടെ തന്നെ ഉണ്ടായിരുന്ന ആശ നോക്കി. അതിൻ്റെ ഇടയിൽ കയറി പോകാനുള്ള പരിപാടി ഉണ്ടോ? അതിൻ്റെ നിന്ന് കയറാൻ പറ്റൂലടാ. അതിൻ്റെ ഇടയിൽ നിന്ന് കയറാൻ പറ്റില്ല. നീ ഇറങ്ങിക്കോ. നല്ല കടി കടിക്കുന്നുണ്ട് നമുക്ക്. പടം പൊഴിച്ച് തുടങ്ങി. പൊഴിച്ച് തീരാറായി. നമ്മൾ 2 ദിവസം എഴുതിയ പുള്ളിക്കാർ അനങ്ങായിരുന്നെങ്കിൽ ഇവിടെ തന്നെ ഇരുന്നേനെ. എനിക്കൊന്ന് 5-6 ദിവസം ഇവിടെ ഇരിക്കുകയായിരുന്നിരിക്കും. രാത്രി നായി കുരയ്ക്കുന്നുണ്ടെന്ന് പറയും. രാത്രിയൊക്കെ നായി കുരയ്ക്കാറുണ്ടായിരുന്നു പറഞ്ഞു. അതായത് മിക്കവാറും തവള റെഡിയായി. തവള മരിച്ചുകൊണ്ട് ഈ ശകലം കൂടെ അല്പം കൂടെ വരികയുള്ളൂ. തവളയ്ക്ക് ഇത്രയും സമയം എടുത്തു. മനുഷ്യൻ്റെ കാലത്ത് നിന്ന് ആലോചിച്ചേക്ക്. എന്തെങ്കിലും കഴിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ചാൽ പേടിച്ചിരിക്കുക. അപ്പം മിക്കവാറും കഴിക്കാനായിട്ടുള്ള സാധ്യത കാണുന്നില്ല. തന്നെ ഇത് നമ്മൾ അവിടെ വാങ്ങിയിരിക്കും. എന്തായാലും അത് ഏകദേശം പരുവായി. നമ്മളായിട്ട് അതിന് ഇനി ശല്യപ്പെടുന്ന അവിടെ നിന്നിട്ട് പാവം. അടിപൊളി പമ്പ. നല്ല മുട്ടയിട്ട പെണ്ണതി കേട്ടോ. നല്ല മുട്ടയിട്ട് ടയർഡായ ഒരു പെണ്ണതി ആ പടം പൊഴിക്കാനായിരിക്കുന്നു. അതിലുപരി എന്താ പടം പൊഴിച്ച് തുടങ്ങി. അപ്പോൾ ഇന്നും കൂടെ കഴിഞ്ഞെങ്കിൽ അത് മിക്കവാറും രാത്രി ഒക്കെ ആണെങ്കിൽ മിക്കവാറും ഒരു സന്ധ്യയൊക്കെ ആണെങ്കിൽ സ്ഥലം വിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും അദ്ദേഹത്തെ വഴിയോട്ട് എടുക്കാം. അടിപൊളി. വയറുണ്ടോ? പെണ്ണാണെന്ന് തീരുമാനിക്കാൻ വേറെ ഒന്നും വേണ്ട. ഈ മുട്ടയിടുന്ന സമയത്ത് പെണ്ണിൻ്റെ ആണിൻ്റെ ശരീരം തമ്മിൽ നോക്കി വെച്ച് കഴിഞ്ഞാൽ ഫീമെയിൽ മൂർഖൻ ഏതാണ്, മെയിൽ മൂർഖൻ ഏതാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കണം. അതിന് MBBS പാസ്സാവേണ്ട കാര്യമൊന്നുമില്ല. കണ്ടോ, മുട്ടയിട്ട് നന്നായിട്ട് ശരീരം പതിഞ്ഞണ്ട. അതുമാത്രമല്ല വേറെ ചുണ്ട് കൂർത്തിരിക്കും. നമ്മൾ വീണ്ടും ആവർത്തി എത്രയൊക്കെ നമ്മളെ എന്താ പറയുക ആൾക്കാരെ ബോധവൽക്കരിച്ചാലും ജനങ്ങൾ ബോധവൽക്കരിക്കപ്പെടും. പക്ഷേ ഈ പാമ്പിനെക്കുറിച്ച് പാമ്പിനെ പിടിക്കാൻ നടക്കുന്ന ആൾക്കാരെ നമുക്ക് ബോധവൽക്കരിക്കാൻ വളരെ കഷ്ടമാണ്. അതുകൊണ്ട് ഫീമെയിലിൻ്റെ തലയുടെ വലിപ്പം ഞാൻ പറഞ്ഞു. ഈ സ്കിന്നിൻ്റെ വാലിൻ്റെ കൂടെ പറഞ്ഞു പതിഞ്ഞ് മുട്ടയിടാകുമ്പോൾ വാല് വീർത്തിരിക്കുമെന്ന് പറഞ്ഞു. വാലിന് നീളം കുറവായിരിക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് മുട്ടയിട്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് വാല് ഇത് കണ്ട ശരീരം ഇങ്ങനെ പതിഞ്ഞ് വരും. കണ്ടോ ഇത് ഫീമെയിലിന് മാത്രമേ ഉള്ളൂ. ഇത് കണ്ടോ, ഫീമെയിലിന് മാത്രമേ ഉള്ളൂ ഈ പ്രത്യേകത. കണ്ടോ, വാലിങ്ങനെ ശരീരം ഇങ്ങനെ പതിയും. കണ്ടോ, ഏകദേശം 28-30 മുട്ടകൾ ഇട്ടതിന് ശേഷം ഫുഡ് തേടി ഇറങ്ങിയതായിരിക്കാം. അതിനാണ് സാധ്യത കൂടുതൽ. ഇപ്പം പടം പൊഴിക്കാൻ നല്ല കടിയാണ്. ഇപ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ ഈ സമയത്തൊക്കെയാണ് പെട്ടെന്ന് കടി കിട്ടുന്നത്. കടിക്കാൻ സാധ്യത കൂടുതൽ. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല. നമുക്ക് ഇനി ഒരുപാട് കോളുകൾ വെയിറ്റിങ്ങിലുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ദേഹവും ശരീരം മൊത്തം അഴുക്കാണ്. അപ്പം ഇപ്പോൾ ഇതിന് മുന്നേ മറ്റൊരു കോളുണ്ടായിരുന്നു. പോയി കളച്ച് മറിച്ച് ഒന്നും നടന്നില്ല. അപ്പം കഴിഞ്ഞ് വന്നിട്ടാണ് ഇദ്ദേഹത്തെ ഈസി ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ ജനറൽ ഹോസ്പിറ്റലിനടുത്ത് നമ്മുടെ സുഹൃത്തിൻ്റെ വീട്ടിലൊരു വലയിലൊരു അതിഥി കുരുങ്ങി കിടപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല. നമ്മളെന്തായാലും ഇദ്ദേഹത്തിൻ്റെ ചാക്കിലാക്കുകയാണ്. നമുക്ക് എന്തായാലും അതും രക്ഷിക്കേണ്ട. മോനെ ചാക്കിങ് തരാമോ? താങ്ക് യു. നമ്മൾ അപ്പോൾ നമ്മൾ അദ്ദേഹത്തിനെ സമയം കളയുന്നില്ല. ഒരുപാട് കോളുകൾ വെയിറ്റിങ്ങിലുണ്ട്.
അപ്പോൾ നമ്മളെന്തായാലും നമ്മളിവിടുത്തെ ദൗത്യം കഴിഞ്ഞ് മറ്റൊരു അതിഥിയെ തേടി അടുത്ത സ്ഥലത്തേക്ക് സ്നേക്ക് മാസ്റ്റർ ടീം ഒരുമിച്ച് യാത്രയാവുന്നു. സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ അടുത്ത അതിഥിയെ തേടി എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ജനറൽ ഹോസ്പിറ്റലിനടുത്ത് ക്വാളിറ്റി ഇന്നോവേഷൻ ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ കമ്പനിയിലാണ്. ഇപ്പോൾ ഇവിടെ ഒരു വലിയൊരു മൂർഖൻ അതിഥി, ഒരു മുട്ടക്കാട്ട് മൂർഖൻ വലയെക്കുരിയും കിടക്കണമെന്ന് പറഞ്ഞാൽ അവർ വിളിച്ചത്. നമ്മളെന്തായാലും ഇവിടെ വന്നു, ഇവിടെ നിൽക്കുന്നു. നമ്മൾ അതിഥിയെ കണ്ടിട്ടില്ല. നമുക്ക് വേണ്ടി 2 വിളിച്ച സാറന്മാരോട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് അവരെ പരിചയപ്പെട്ടതിന് ശേഷം അതിഥി എവിടെയാണെന്ന് നോക്കാം, ആരാണെന്ന് നോക്കാം. മതി നമുക്ക് അവരെ പരിചയപ്പെടാം. നമസ്കാരം, സുഖമായിരിക്കുന്നല്ലോ? എന്തുണ്ട് വിശേഷം? എന്താ പേര്? ശരവണൻ സാർ. എന്ത് ഭയങ്കര വേർത്തൊക്കെ ആയിരിക്കും. ഞാൻ പോലും ഇത്രയും വേർത്തില്ലല്ലോ. ഇത് ഭയങ്കര വേർപ്പാണല്ലോ. ഇവിടെ കിടന്ന് ഓടിയും തോന്നണമല്ലോ. നമസ്കാരം. എന്താ സാറിൻ്റെ പേര്? റോയ്. ഇത് നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ എന്താ സാധനം ഇവിടെ ഉള്ളത്? കമ്പനിയുടെ. ഓഹോ, ഇത് എവിടെ സാറേ കണ്ടത്? ഇവിടെ. ഇത് ആടിപ്പോളി. ഇവർ പറഞ്ഞത് കറക്റ്റായി കേട്ടോ. സൂപ്പർ. ഒരു മൊട്ടക്കാട്ടൻ മൂർഖൻ അല്ല, ചേര. അവിടെ കിടക്കട്ടെ. പിന്നെ നിങ്ങളൊരു മൂർഖൻ്റെ പടം കണ്ടെന്ന് പറഞ്ഞാൽ ആ പടം ഒന്ന് എനിക്ക് കാണിക്കാമോ? ചട്ട. അതിന് ചട്ട പടം അടിപൊളി. ഇതെന്താ പറഞ്ഞേ? വേറെ ആരെ അയച്ചു കൊടുത്തെന്ന് നിങ്ങൾ പറഞ്ഞു? പാമ്പ് പിടുത്തക്കാർക്ക് അയച്ചു കൊടുത്തു. എല്ലാവരും മൂർഖൻ എന്നാണ്. അതാ മൂർഖൻ പാമ്പിൻ്റെ ചട്ടയാണ്. നോക്കിക്കോളേ. മൂർഖൻ പാമ്പ് ഇവിടെ ഒരു 2 മാസം, ഒരു 10-15 ദിവസങ്ങൾക്ക് മുന്നേ ഒരു ചട്ട ഇവിടെ കിടന്നു. വലിയ ചട്ടയായിരുന്നു. അപ്പോൾ അവരത് എന്നെ വിളിച്ച് കിട്ടിയില്ല. അപ്പോൾ അവർ വേറെ ആർക്കെ പടം അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റായി. അവർ പറഞ്ഞ വളരെ കറക്റ്റാണ്. ഇതൊരു മുട്ടക്കാട്ടൻ പാമ്പെന്നാണ്, മൂർഖൻ എന്നാണ് പറഞ്ഞത്. പക്ഷേ നോക്കുക, നമ്മുടെ മലയാളികൾ, നമ്മുടെ പ്രേക്ഷകർ, ഈ ഡൈസ് ഡിസൈൻ ഞാൻ എപ്പോഴും പറഞ്ഞു, ഈ ചട്ട പൊഴിക്കുമ്പോൾ ഈ 4 കോണ് ഡയമണ്ട് ഷേപ്പിൽ വരുന്നത് മൂർഖനല്ല, ചേരയാണെന്ന് ഞാൻ എപ്പോഴും പറഞ്ഞത്. ചേരയുടെ പടമാണെന്ന് നിങ്ങൾ ഓർത്ത് വെക്കണം. മൂർഖൻ്റെത് എപ്പോഴും ഓവൽ ഷേപ്പ്, 6 മൂലകളുണ്ട്, 6 കോണുകളുണ്ടാവും. ഇത് വെറും 4 കോണുകളേ ഉള്ളൂ. ഡയമണ്ട് ഷേപ്പാണ്. അത് 4 കോൺ അടങ്ങുന്ന ഡയമണ്ടാണ്. ഇത് ചേരയുടെ പടമാണ്. ഒരിക്കലും നിങ്ങൾ ഇനി ഇത് നിങ്ങൾ ആരോടും ചോദിക്കാൻ നിൽക്കരുത്. നോക്കിയുള്ളൂ, ചേര, ഡയമണ്ട് ഷേപ്പ് ചേര, ഓവൽ ഷേപ്പ്, 6 മൂലകളുള്ളത് മൂർഖൻ. ഇത് ചേരയാണ്, പേടിക്കേണ്ടതില്ല. അപ്പോൾ അവർ ഏതൊക്കെ പാമ്പുപിടുത്തക്കാർക്ക് ഇത് അയച്ചു കൊടുത്തു. ആരെയും കുറ്റം പറയുന്നില്ല. അപ്പോൾ അവരത് കണ്ടിട്ട് പറഞ്ഞെന്ന് പറഞ്ഞത് മൂർഖൻ്റെ ചട്ടയാണെന്ന് പറഞ്ഞാൽ അവരുടെ വന്നിട്ട് വലയെ കിട്ടും. ആ വലയിലാണ് ഇദ്ദേഹം കുരുങ്ങിയത്. ഒരു ചേരയാണ്. അപ്പോൾ സാർ ഇതിനെ നമുക്ക് എന്തായാലും നമുക്ക് ഇവിടെ സ്ഥിരം കാണുന്നതിനാണോ? സ്ഥിരം കാണുന്നതിനാണ്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ അങ്ങ് വിടുകയും ചെയ്യാം അല്ലേ? എന്ത് ചെയ്യണം? കൊണ്ടുപോകണോ വിടണോ? എന്ത് ചെയ്യണം? ഇവിടെ വിടാം. നല്ല കാര്യം. അതങ്ങ് പൊക്കോളുന്നു. ചേരയൊക്കെ പിടിക്കേണ്ട ഒരു കാര്യം. വലയിൽ കുരുങ്ങിയതായതുകൊണ്ട് നന്നായിട്ട് കുരുങ്ങിയേട്ടാ. നന്നായി കിടന്ന് ചത്തുവേനെ. വലയിൽ നല്ല ടൈറ്റായിട്ടുണ്ട്. നൈലോൺ വലയും കൂടെ. നമ്മൾ സാധാരണ കട്ടിയുള്ള വലയല്ലല്ലോ, കട്ടി കുറഞ്ഞ മറ്റേ വലയല്ലേ. ഏതാ? മീനൊക്കെ പിടിക്കാൻ ഉപയോഗിക്കുക. കണ്ടോ? അത് വേദനിച്ചിട്ട് വല കണ്ടോ ആ മുളയുടെ മേളിലോട്ട് ചുറ്റി കയറുന്നുണ്ട്. കണ്ടോ? വേദനിച്ചിട്ടാണ്. അത്രയും നല്ല ടൈറ്റായിപ്പോയി. അടിപൊളി. എല്ലാ വലയും കെട്ടഴിച്ചോണ്ടോ, എല്ലാം കെട്ടത് അപ്പുറത്തോട്ട് പോകണം. നോക്കുക. അപ്പോൾ എന്ത് ചെയ്യണം സാറേ? വിടണോ കൊണ്ടുപോകണോ? വിട്ടിരുന്നാൽ മതി അല്ലേ? വലിയ ചേരണ്ട, നല്ല സൈസൻ. അദ്ദേഹത്തിൻ്റെ ദേഹത്ത് ചെറിയ ഇതുണ്ട്, നല്ല കടിക്കും. പക്ഷെ ചേരയായതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പാവം നോക്കിക്കൊള്ളുതാ. അപ്പോൾ നമ്മൾ അദ്ദേഹത്തെ അങ്ങ് വിടുകയാണ്. നല്ല മഞ്ഞച്ചേര. ഇവർ പറഞ്ഞതെന്ന് വെച്ചാൽ കൊണ്ടുപോകേണ്ട കാര്യമില്ല, ചേരയല്ലേ. ഞാൻ അപ്പോൾ അദ്ദേഹത്തിനെ അങ്ങ് വിടുകയാണേ, സമയം കളയുന്നില്ല.
അടിപൊളി കണ്ട. ഇതാണ് ചേരയുടെ പ്രത്യേകത. മതിലൊക്കെ ഈസി ആയിട്ട് നിന്നങ്ങ് ഇറങ്ങും. അടിപൊളി കണ്ട. ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ ഈ മതിലൊക്കെ അവന് ഈസിയാണ്. ചേരയുടെ മാത്രം ഇപ്പോൾ വലിയ മുറുക്കാണെങ്കിൽ ഇതുപോലെ നിന്നിറങ്ങും. പക്ഷേ ചേര ഈസി ആയിട്ട് നിന്നിറങ്ങാൻ പറ്റും. അപ്പോൾ അവിടെ ചപ്പുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് വേറെ പ്രത്യേകിച്ച് അദ്ദേഹത്തിന് കിടക്കാനായിട്ട് വേറെ നല്ല സൗകര്യം കണ്ട്. ഇതിനകത്തൊക്കെ നല്ല സൗകര്യം. അപ്പോൾ അവനത് സൂപ്പറായിട്ട് കിടക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. നമ്മുടെ പ്രിയപ്പെട്ട എന്താ പറയുക സാറിൻ്റെ അല്ല നമ്മുടെ സ്ഥാപനത്തിൽ ക്വാളിറ്റി ഇന്നോവേഷൻ ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ ഫ്രണ്ടിൽ മുള നട്ടിട്ടുള്ളൂ. ഇനി ഞാൻ പറയാൻ വന്ന കാര്യം, ഈ മുളയുടെ മൂട്ടിലിത് കണ്ടിട്ട് ഇനി നാളെ നാട്ടിലുള്ള വീടുകളിൽ നിൽക്കുന്ന മുളകളെല്ലാം മുറിച്ച് മാറ്റാൻ ശ്രമിക്കരുത്. യാതൊരു ബന്ധവുമില്ല. ഇത് വലയിൽ കുരുങ്ങിയതുകൊണ്ട് മാത്രമാണ് അത് അതിലിപ്പോൾ ഉടക്കി കിടന്നത്. വലിയൊരു ചേര ഇവിടെ സ്ഥിരം കാണുന്നത്. അപ്പോൾ അവർക്ക് തന്നെ പേടിയില്ല. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. ഇവിടെ 10-15 ദിവസങ്ങൾ പിന്നെ ഒരു വലിയ പടം പൊടിച്ചിട്ടുന്നു. അപ്പോൾ ഒരുപാട് 2-3 ആൾക്കാർക്ക് ഇത് അയച്ചു കൊടുത്ത സമയത്തൊക്കെ ഇത് മൂർഖനാണെന്ന് പറഞ്ഞു. മൂർഖൻ്റെ പടമല്ല, ചേരയുടെ പടമായിരുന്നു. ഇപ്പോൾ അവരെനിക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വലിയ ചേരയെ കട്ട് ചെയ്ത് വല കട്ട് ചെയ്ത് റിലീസ് ചെയ്യാൻ നമ്മൾ റിലീസ് ചെയ്തു. അപ്പോൾ നമ്മൾ എന്തായാലും സമയം കളയുന്നില്ല. നമ്മുടെ ഇവിടുത്തെ ദൗത്യം നമ്മുടെ വലയിൽ കുരുങ്ങിയ ചേര, അത് വലിയ സൈസുള്ള ഏകദേശം ഒരു 7 അടിയോളം നീളം വരുന്ന 6-7 അടിയോളം നീളം വരുന്ന വലിയ ചേര അതിഥിയായിരുന്നു. നമ്മൾ അദ്ദേഹത്തെ രക്ഷിച്ചു, അദ്ദേഹത്തെ സ്വതന്ത്രയാക്കി. അദ്ദേഹം അപ്പുറത്തെ ഈ മതിലിൽ കൂടെ കയറി അങ്ങ് അപ്പുറത്തിറങ്ങി. അപ്പോൾ അവരിവിടെ തന്നെ വിട്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ സന്തോഷമുണ്ട് ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിൽ. നമ്മളൊരു കാര്യം എപ്പോഴും ഓർക്കണം, ഇത് നമ്മളൊരു പാമ്പിനെ കാണിക്കൽ പരിപാടി മാത്രമല്ല, പാമ്പിനെ പരിചയപ്പെടുത്തൽ മാത്രമല്ല, നമ്മുടെ ഇതെങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ ഭൂമിയിൽ സുഖമായി ജീവിക്കാൻ പറ്റുള്ളൂ. കാരണം ചേരയെങ്കിലും ചുവർപ്പാമ്പെങ്കിലും കാട്ടുപാമ്പെങ്കിലും നീർക്കോലിയെങ്കിലും പെരുമ്പാമ്പെങ്കിലും ഇവയൊക്കെ പറമ്പിലെങ്കിലും ജീവിക്കട്ടെ. മൂർഖന് മണലിയും പറമ്പിൽ ജീവിക്കട്ടെ. നിങ്ങളുടെ പരിസരത്ത് വന്നാൽ മാത്രം നിങ്ങൾ ആരെങ്കിലും സേവനം തേടുക, അതിനെ ഒഴിവാക്കുക. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ഒഴിവാക്കി കൊണ്ടുവിടുന്ന ജീവികളൊന്നും ഭൂമിയിൽ ജീവിക്കുന്നു എന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾ നാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് കാട്ടിൽ വിടുന്ന പാമ്പുകളെല്ലാം 1000 വിട്ടാൽ 1000 ജീവിക്കുമെന്നൊന്നും വിചാരിക്കരുത്. 1000 വിട്ടാൽ 1-2 അല്ലെങ്കിൽ 10 താഴെ മാത്രമേ ജീവിക്കത്തുള്ളൂ. ബാക്കിയെല്ലാം പരസ്പരം നിന്ന് നശിക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി, പുതിയ സംഭവങ്ങളുമായി, പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാ സ്നേക് മാസ്റ്റർ പ്രേക്ഷകർക്കും എൻ്റെ മാത്രം നന്ദി. നമസ്തേ.